അതിനിടെ സമാധാനപാത തെരഞ്ഞെടുത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും അഭിനന്ദിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തി. ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് ചർച്ചകൾക്കായി അമേരിക്ക പിന്തുണ നൽകുന്നത് തുടരുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അച്യുതൻ വിശദാംശങ്ങളുമായുണ്ട്. അച്യുതൻ, തുടർച്ചയായി തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവനകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ പിന്തുണ നൽകുന്നത് തുടരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. കഴിഞ്ഞ ദിവസമൊക്കെ ട്രംപ് അതിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ അമേരിക്ക പിന്തുണ നൽകുന്നത് തുടരും, അതായത് അവരുടെ ഒരു മുൻകൈ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അച്യുതൻ. തീർച്ചയായിട്ടും അനുജ, കാരണം ഈ ഇന്ത്യ പാക് ആ ഒരു സംഘർഷത്തിനൊടുവിൽ ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തി എന്ന വിവരം പോലും ആദ്യം ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നേ അറിയിക്കുന്നത് US ആണ്. അത് ട്രംപ് അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റിലൂടെ അറിയിക്കുന്നു. എന്നാൽ അതിനു മുൻപ് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായില്ല. അതിനുശേഷമാണ് പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം നിരന്തരമായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ പ്രസ്താവനയിൽ വാർത്താ ഏജൻസിയോട് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്നുള്ളത് സമാധാനപാത തെരഞ്ഞെടുത്തതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും അഭിനന്ദിക്കുന്നു എന്നതാണ്. പൂർണ്ണ വെടിനിർത്തൽ നിലനിർത്താനും നേരിട്ടുള്ള ആശയവിനിമയങ്ങളിൽ ഏർപ്പെട്ട ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുവാനും പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് തുടരും. അത് ഇനിയും തുടർന്നു പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ട ചർച്ചകൾ അത് സുഗമമാക്കുന്നതിന് ഒരു ഇടപെടൽ, അതും അമേരിക്ക നിലവിൽ നൽകിയിരിക്കുന്ന പിന്തുണ അത് തുടരും എന്ന് ആണ് പറയുന്നത്. അതായത് നിലവിൽ അത്തരം പിന്തുണകൾ നൽകുന്നുണ്ട്, ഇതിനു മുൻപ് നൽകിയിരുന്നു എന്ന ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ ഇന്ത്യ പറയുന്നത് മൂന്നാമതൊരു തേർഡ് പാർട്ടി ഇതിലുണ്ടായിരുന്നില്ല എന്നതാണ്. പാകിസ്ഥാൻ്റെ DGMO നേരിട്ട് വിളിച്ചാണ് ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് എത്താം എന്ന അഭ്യർത്ഥന നടത്തിയത് എന്ന് ഇന്ത്യ പറയുന്നു. പക്ഷേ അപ്പോഴും US അവകാശപ്പെടുന്നത് അവരുടെ പിന്തുണ, അവരുടെ ഇടപെടൽ എന്ന തരത്തിലാണ് US ഭാഗത്തുനിന്നുള്ള പ്രസ്താവനകൾ നിരന്തരം ഉണ്ടാകുന്നത്.